നമസ്കാരം. നമ്മൾ ഈ സഖാക്കന്മാരെ എന്തിനെയൊക്കെയാണോ ഏറ്റവും കൂടുതൽ എതിർത്തിട്ടുള്ളത്, അല്ലെങ്കിൽ എന്തിനൊക്കെയാണോ ഏറ്റവും കൂടുതൽ ആക്ഷേപിച്ചിട്ടുള്ളത്, അത്തരത്തിൽ ആക്ഷേപിച്ചിട്ടുള്ള എല്ലാത്തിനെയും വാരിപ്പുണരുന്ന ഒരു മഹാന്മാരാണ് ഈ സഖാക്കന്മാർ. ഒരു കാലഘട്ടത്തിൽ എതിർത്തതിനൊക്കെയും പിന്നീട് നെഞ്ചോട് ചേർത്ത് പിടിച്ച ഒരു ഹൃദയവിശാലതയുള്ള സഖാക്കന്മാർ, സ്വാമിമാർ. ഈ പിണറായി സ്വാമിയും സ്വാമി ഗോവിന്ദൻ മാസ്റ്ററും നിരവധി സ്വാമിമാരും ചേർന്ന ഈ മഹാപ്രസ്ഥാനമുണ്ടല്ലോ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. വൈരുദ്ധ്യാത്മിക ഭൗതികവാദം ഇവർ എന്നേ ഉപേക്ഷിച്ചു കഴിഞ്ഞു. ഭക്തിമാർഗത്തിലൂടെ ഇവ സഞ്ചരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഒരു കാലഘട്ടത്തിൽ ക്ഷേത്രങ്ങളെല്ലാം ഇല്ലാതാവണം, വിഗ്രഹങ്ങളൊക്കെ തകർത്തെറിയണം, അന്ധവിശ്വാസങ്ങളൊക്കെ തൂത്തെറിയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്ന ഇവർ ഇന്ന് സകല ക്ഷേത്രങ്ങളുടെയും ഭാരവാഹികളാണ്. സകല ക്ഷേത്രങ്ങളുടെയും കാര്യങ്ങൾ നോക്കിയെടുത്തുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു ഭാരതീയ സംസ്കാരത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടും ഭാരതീയ ആചാരങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടും ആചാരാനുഷ്ഠാനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ടും ഇവർ നമ്മുടെ സഖാക്കൾ സ്വാമിമാരുടെ ഈ പ്രസ്ഥാനം ഇന്ന് വലിയ ഒരു തിരിച്ചറിവിൻ്റെ പാതയിലാണ് എന്നറിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ നാടിൻ്റെ സംസ്കാരം തകർത്തെറിയാൻ ആഗ്രഹിക്കുന്ന കുറച്ച് പേർ ശബരിമല ക്ഷേത്ര സംസ്കാരത്തെ തകർക്കാൻ ഇറങ്ങിരിച്ച് അവരെ ഇരുട്ടിൻ്റെ മറവിൽ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട്, അധികാരം ഉപയോഗിച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ കയറ്റി. അതിനുശേഷം സംഭവിച്ചിട്ടുള്ള അപകടങ്ങൾ, പ്രളയമായാലും സകല ദുരന്തമായാലും ഈശ്വരകോപമാണ് എന്ന് നമുക്ക് തോന്നും. ഈ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ ഏതൊരു വ്യക്തിക്കും, അല്ലെങ്കിൽ ഏത് യുക്തിവാദിയും വിശ്വാസിയായി പോകും. അത്രത്തോളം ഈശ്വരൻ്റെ ഇടപെടൽ ഇവിടെ നമ്മുടെ നിത്യജീവിതത്തിൽ നടക്കുന്നുണ്ട്. എന്തായാലും മുഖ്യമന്ത്രി അയ്യപ്പ ഭക്തനായി മാറി. കല്ലും മുള്ളും കാലക്കുമെത്ത് സ്വാമിയെ അയ്യപ്പോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആഗോള അയ്യപ്പ സംഗമത്തിൽ സംസാരിക്കുന്ന മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ നാണവും മാനവും ഉളുപ്പും ശരീരത്തിൻ്റെ അയലത്തുകൂടി തീണ്ടിയിട്ടുണ്ടോ? ഒരു കമ്മ്യൂണിസ്റ്റുകാരെ നാണം കെടുത്തിക്കൊണ്ട് ഇങ്ങനെ ചെയ്ത പെരിയ സ്വാമിയെ ഞാൻ സ്തുതിക്കുകയാണ്. ഇപ്പോഴും ഈ പാർട്ടിക്ക് വേണ്ടി അടിക്കാനും തൊഴിക്കാനും നടക്കുന്ന ഈ പരമവിഡ്ഢികൾ തിരിച്ചറിയണം. അധികാരത്തിനും നിലനിൽപ്പിനും വേണ്ടി എന്തും ചെയ്യും. യാതൊരു നിലപാടുകളില്ലാത്ത പ്രസ്ഥാനമാണെന്ന് തിരിച്ചറിയണം. കേവലം 10 വോട്ടിന് വേണ്ടി നിലപാടിൽ മാറ്റം വരുന്നവരല്ല ഞങ്ങൾ എന്ന് പറയും. 10 വോട്ടിന് മാത്രമല്ല, 10 കാശിനും ആയിട്ടും ഏത് നാരത്തരും കാണിക്കും. അതിനു കുറേ പാവങ്ങളെ കൂട്ടുപിടിച്ചും പാവങ്ങളുടെ രക്ഷകനാണെന്ന് വരുത്തി തീർക്കുകയും ചെയ്തു. കുറേ ദളിതർക്ക് വേണ്ടി അവരുടെ ജീവിതം മറ്റും തകർത്ത് വളരെ പാവപ്പെട്ടവനാക്കി. അവൻ്റെ രക്ഷകൻ ചമഞ്ഞും അവനെ കൂടെ കൂട്ടി വോട്ട് പിടിച്ചും ഇപ്പോൾ വിശ്വാസി സമൂഹത്തെ കൂടെ കൂട്ടാനും പാർട്ടിയിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുന്ന ഈ SNDP കൂടെ നിർത്താനും, ഇന്നലെ വരെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളാപ്പള്ളിയെ കൂടെ നിർത്താനും ഇപ്പോൾ ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ നയം ഒരു രാഷ്ട്രീയ കാപട്യമാണെന്ന് തിരിച്ചറിയാനുള്ള കേരളത്തിലെ ജനങ്ങൾക്ക് കഴിയണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്വാമിയേ ശരണയ്യപ്പൂ.